ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സൂപ്പർ ടേസ്റ്റി സ്പൈസി ആൻഡ് ക്രിസ്പി ആയ ഉണക്കച്ചെമ്മീൻ ഉലർത്തിയത് തയ്യാറാക്കാം. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് സിമ്പിളായി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ എടുത്ത് അതിൻ്റെ തലയൊന്ന് മാറ്റിയെടുക്കാം നമുക്ക്. അതേപോലെ എല്ലാ തലയും വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇതുപോലെ കഴുകിയ ഉണക്കച്ചെമ്മീനെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം കുറച്ച് സമയം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 4 ഉണക്കമുളകൊന്ന് വറുത്തെടുക്കുക. നമുക്ക് നല്ല സ്പൈസി ഇഷ്ടമാണെങ്കിൽ ഒരു 2-3 ഉണക്കമുളകും കൂടി ഇടാവുന്നതാണ്. എന്നിട്ട് അതേ പാനിൽ തന്നെ ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ച ഉണക്ക ചെമ്മീൻ ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. കുറച്ചൊരു ക്രിസ്പി ആവുന്ന വരെ ഒന്ന് വറക്കണം നന്നായിട്ട്. ഒരു ജാറിൽ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അരിമുളകും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്താൽ മതി, അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചെറിയുള്ളിയുടെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് മഞ്ഞൾ പൊടിയും 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ട് ഒന്ന് നന്നായി സോട്ട് ചെയ്യണം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇതികളെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ ഇട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരുന്നത് വരെ. നമ്മൾ ഉണക്കച്ചെമ്മീൻ ഉലർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.